ഹലോ, ഇന്ന് നമുക്ക് റവയും പാലും വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ചേർത്തി കൊടുക്കാം. ഈ റവ വറുത്തതോ വറുക്കാത്ത ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് 1 കപ്പ് ചേർത്തി കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഒന്നും പാടൊന്ന് അടിച്ചെടുക്കാം. ഇനി മിക്സിയിൽ അടിച്ചെടുക്കണമെന്നില്ല, റവ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ബൗളിലേക്ക് മാറ്റിയിട്ട് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുത്താലും മതി. ഇനി ഇത് അടിച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാൻ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്തി കൊടുക്കാം. ഒരു 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ 2 ഏലക്കായ ചതച്ചുമ്പാട് ഇട്ടെടുത്തിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ശർക്കര ഒരുപാട് ഉരുകിയിട്ട് അങ്ങോട്ട് പോവണ്ട. ഏകദേശം ഇതേ ഒരു പാകാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഈ ചട്ടിയിൽ തന്നെ വെക്കരുത് കേട്ടോ. ഇത് നമുക്ക് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയോരോ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ റവ ഏകദേശമൊക്കെ ഒന്ന് കുതിർന്ന് ഒരു 5 മിനിറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ കൂടി പോവരുത്. എന്നിട്ടിത് നമുക്ക് ഒന്നും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സമയത്ത് നോക്കണം കേട്ടോ. അപ്പോൾ കട്ടി ഉണ്ട് വെച്ചെങ്കിൽ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ പാലും പാട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ദോശൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് കേട്ടോ അതിൻ്റെ ബാറ്റർ വേണ്ടത്. അപ്പം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൽ എണ്ണ നെയ്യൊന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ നമുക്ക് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് ഇതിൻ്റെ നടുവശത്തേക്ക് നേരത്തെ ശർക്കരൻ്റെ തേങ്ങൻ്റെ കൂട്ടുണ്ടായാലും ചെറിയ ഇതേപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, ആ നടുവശത്ത് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് ഇഡ്ഡലി തട്ടല്ലാതെ ഇതിൻ്റെ മുകളിൽ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്കൊരു ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലുള്ള പലഹാരം കേട്ടോ കിട്ടുക. അങ്ങനെ ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്കിത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ കുറച്ച് സമയം പാടെ വെച്ചാൽ മതി. 15 മിനിറ്റിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി തട്ടിൽ നിന്നും ഞാനിത് തണുത്തതിന് ശേഷമായിട്ട് നമുക്കിത് സൈഡൊന്ന് വിടുവിച്ച് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒന്ന് ഞാൻ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്താൽ ഇതിൻ്റെ ഉൾവശം ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ രീതിയിലുള്ള പലഹാരം തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുകയും ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.